Hi all. Last class we were discussed about the static characteristics of comparator. What is a comparator? What are its static characteristics? That were we discussed on last class. Today we are going to discuss dynamic characteristics of comparator. So what is dynamic characteristics of a comparator? Dynamic characteristics of a comparator include both small signal and large signal behavior. The characteristics delay between input excitation and output transition is the time response of the comparator. This figure illustrates the response of a comparator to an input as a function of time. The delay between input excitation and output response is called propagation delay time of the comparator. അന്നേരം ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സ്മാൾ സിഗ്നലും അതേപോലെ ലാർജ് സിഗ്നൽ ബിഹേവിയറും ഒരു കമ്പറേറ്ററിൻ്റെ സ്മാൾ സിഗ്നൽ ബിഹേവിയറും അതേപോലെ ലാർജ് സിഗ്നൽ ബിഹേവിയറും ഉള്ള ഒരു ഉൾപ്പെടുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ ക്യാരക്ടറിസ്റ്റിക്സിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഡിലേ, ഇൻപുട്ട് എക്സൈറ്റേഷനും അതേപോലെ ഇൻപുട്ട് എക്സൈറ്റേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ട്രാൻസ്മിഷൻ്റെയും ഇടയിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഒരു ഡിലേ കാണാൻ സാധിക്കും. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു കമ്പറേറ്ററിൻ്റെ റെസ്പോൺസാണ്. ഇൻപുട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് എ ഫങ്ഷൻ ഓഫ് ടി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസാണ്, ഔട്ട്പുട്ട് റെസ്പോൺസാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അന്നേരം ഇവിടെ നമുക്ക് ഒരു ഔട്ട്പുട്ട് റെസ്പോൺസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിലേ, ഇൻപുട്ടിൽ ഉണ്ടാകുന്ന ട്രാൻസിഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഔട്ട്പുട്ടിൽ എന്താ നടക്കുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ നടക്കുന്നത്. സോ വി ക്യാൻ ഒബ്സർവ് എ ഡിലേ ഇൻ ബിറ്റ്വീൻ ദീസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ആ ഒരു ഡിലേയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് വിളിക്കുന്നത്. അതാ നോക്കേ, ഇവിടെ ഇൻപുട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇൻപുട്ടിൽ ഇതാ ഇങ്ങനെ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നു. അന്നേരം ഈ ഇൻപുട്ടിൻ്റെ ഈ മിഡിൽ പോയിൻ്റ് നോക്കാം. ഇൻപുട്ടിൻ്റെ മിഡിൽ പോയിൻറ്റിലെ വാല്യൂ എന്ന് പറയുന്നത് VIH പ്ലസ് VIL ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും ഈ ഇൻപുട്ടിൻ്റെ മിഡിൽ പോയിൻറ്റിൽ വരുന്ന വാല്യൂ. അന്നേരം ഔട്ട്പുട്ടിൻ്റെ ആ ഒരു മിഡിൽ പോയിൻ്റ് കിട്ടുന്നത് എവിടെയായിരിക്കും? ദാ ഈ ഒരു പോയിൻറ്റിലായിരിക്കും. ഔട്ട്പുട്ടിൻ്റെ ആ ഒരു മിഡിൽ പോയിൻ്റ് വരുന്ന ഈ ഒരു പോയിൻറ്റിലായിരിക്കും. ഈ പോയിൻറ്റിലെ ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത് VOH പ്ലസ് VOL ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും ഈ പോയിൻറ്റിൽ ഔട്ട്പുട്ടിൻ്റെ മിഡിൽ പോയിൻറ്റ് വരുന്നത്. അന്നേരം എന്താ, ഇൻപുട്ട് ഈ മിഡിലിൽ എത്തുന്നത് ഈ ഒരു സമയത്താണ്, പക്ഷേ ഔട്ട്പുട്ട് മിഡിലിൽ എത്തുന്നത് ഈ ഒരു സമയത്താണ്. സോ ദെയർ വിൽ ബി എ ഡിലേ ഇൻ ട്രാൻസ്മിഷൻ, അല്ലേ? നമുക്ക് പറയാം അവിടെ എന്താണ് ആ ഒരു ഡിലേ, ആ ഒരു ട്രാൻസിഷൻ്റെ കേസിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിലേ സംഭവിക്കുന്നുണ്ട്. ദ ഡിലേ ബിറ്റ്വീൻ ഇൻപുട്ട് എക്സൈറ്റേഷൻ ആൻഡ് ഔട്ട്പുട്ട് റെസ്പോൺസ് ഈസ് കോൾഡ് പ്രൊപ്പഗേഷൻ ഡിലേ. അന്നേരം ഈ രണ്ട് ഇൻപുട്ടിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടിലുണ്ടാകുന്ന മാറ്റം, ആ മാറ്റം ഉണ്ടാകാൻ എടുക്കുന്ന ആ ഒരു ടൈം ഡിലേ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. സോ ഹിയർ വി ക്യാൻ ഫൈൻഡ് ദ ടൈം ഡിലേ ഈസ് ദിസ്. ദാ ഇവിടം തൊട്ട് ഇവിടം വരെ ആയിരിക്കും ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ടൈം ഡിലേ എന്ന് പറയുന്നത്. സോ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ലാർജ് സിഗ്നലും സ്മാൾ സിഗ്നൽ ബിഹേവിയറും വരും. രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടൈം റെസ്പോൺസ് ആണ്. ഓക്കെ, propagation delay time is often the speed limitation in the conversion rate of an A to D converter. അന്ന് നമ്മൾ പറഞ്ഞു ഈ കമ്പറേറ്റർ എന്ന് പറയുന്നത് അനലോഗ് ടു ഡിജിറ്റൽ കൺവെർഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, അല്ലേ? അന്നേരം ഇവിടെ ഈ പ്രൊപ്പഗേഷൻ ഡിലേ ഈ ഒരു ട്രാൻസ്മിഷൻ എടുക്കുന്ന ആ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് എന്തിന് കാരണമാവും? ഒരു ഈ A to D കൺവെർഷന് ഒരു സ്പീഡ് ലിമിറ്റേഷന് കാരണമാവും. ഓക്കെ, അന്നേരം പ്രോപ്പർ സ്പീഡിൽ എന്താണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവെർഷൻ നടക്കുകയില്ല. ഏത് മൂലം? ഈ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ മൂലം. ദ പ്രൊപ്പഗേഷൻ ഡിലേ ടൈം ഇൻ കമ്പറേറ്റേഴ്സ് ജനറലി വേരീസ് ആസ് എ ഫങ്ഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇൻപുട്ട്. അന്നേരം മെയിനായിട്ടും ഈ പ്രൊപ്പഗേഷൻ ഡിലേ ടൈം എന്ന് പറയുന്നത് മെയിനായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? ഒരു കമ്പറേറ്ററിൻ്റെ എന്തിനെയാണ്? ആംപ്ലിറ്റ്യൂഡ്, ഇൻപുട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഈ പ്രൊപ്പഗേഷൻ ഡിലേ ടൈം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അന്നേരം കമ്പറേറ്ററിൻ്റെ കേസിൽ ഈ പ്രൊപ്പഗേഷൻ ഡിലേ ടൈം മെയിനായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഇൻപുട്ട്. അന്നേരം ഇൻപുട്ട് കൂടുതലാണെങ്കിൽ, ലാർജർ ദ ഇൻപുട്ട് വളരെ ലാർജർ ആണെങ്കിൽ ഈ ഡിലേ ടൈമും അതിനനുസരിച്ച് വളരെ സ്മാൾ ആയിരിക്കും.
ഇൻപുട്ട് ലാർജ് ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ആ കമ്പറേറ്റർ ഫാസ്റ്റായിട്ട് ബിഹേവ് ചെയ്യും. സോ എ ലാർജർ ഇൻപുട്ട് വിൽ റിസൾട്ട് ഇൻ എ സ്മാളർ ഡിലേ ടൈം. ദർ ഇസ് ആൻ upper limit at which a further increase in input voltage will no longer affect the delay. നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇൻപുട്ടിന് ഒരു അപ്പർ ലിമിറ്റ് ഉണ്ടല്ലേ. ഇൻപുട്ടിൻ്റെ അപ്പർ ലിമിറ്റാണ് നമ്മൾ എന്ത് വെച്ച് ഡിനോട്ട് ചെയ്തത്? VIH വെച്ച് ഡിനോട്ട് ചെയ്തത്. അന്നേരം ഈ VIH എത്തിയാൽ മാത്രമേ നമ്മുടെ കമ്പറേറ്റർ എന്ന് പറയുന്നത് സാച്ചുറേഷൻ പോയിന്റിലെത്തൂ അല്ലേ. കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് സാച്ചുറേറ്റ് ചെയ്യും. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് സ്റ്റാറ്റിക്കിൻ്റെ കേസിൽ. അന്നേരം ഈ VIH എത്താൻ വേണ്ടിയിട്ട് ഈ ഇൻപുട്ടിൻ്റെ അപ്പർ ലിമിറ്റ് അന്നേരം അവിടെ ഒരു ഇൻപുട്ടിന് ഒരു അപ്പർ ലിമിറ്റ് ഉണ്ട്. ആ അപ്പർ ലിമിറ്റ് കഴിഞ്ഞാൽ there is an upper limit at which further increase in input voltage will no longer affect the delay. എന്ന് വെച്ചാൽ ആ അപ്പർ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഔട്ട്പുട്ട് സാച്ചുറേഷൻ ആണ്. പിന്നെയുള്ള ഇൻപുട്ടിൻ്റെ ഇൻക്രീസിൻ്റെ ഒന്നും അവിടെ വരുന്നില്ല, ഡിലേ വരുന്നില്ല. ദിസ് മോഡ് ഓഫ് ഓപ്പറേഷൻ ഈസ് കോൾഡ് സ്ലൂയിങ് ഓർ സ്ലൂ റേറ്റ്. ഈ ഒരു രീതിയിലുള്ള ഓപ്പറേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ലൂയിങ് അല്ലെങ്കിൽ സ്ലൂ റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്മാൾ സിഗ്നൽ ഡൈനാമിക്സിലോട്ട് പോകാം. അന്നേരം സ്മാൾ സിഗ്നൽ ഡൈനാമിക്സ് മെയിനായിട്ടും ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത് നമ്മൾ കമ്പറേറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസിനെയാണ്. അന്നേരം നമുക്ക് സ്മാൾ സിഗ്നൽ ഡൈനാമിക്സ് നോക്കാം. ഒരു കമ്പറേറ്ററിൻ്റെ കേസിൽ ലെറ്റ് us consider a simple model ഓഫ് കമ്പറേറ്റർ. നമുക്കൊരു സിമ്പിൾ മോഡൽ കമ്പറേറ്റർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കമ്പറേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിനുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ AV of S can be written as differential voltage gain AV of S can be written as AV of 0 divided by S by omega C plus 1. ഇതൊരു ഫസ്റ്റ് ഓർഡറിൻ്റെ കേസിലുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷനാണ്. അന്നേരം ഒരു കമ്പറേറ്ററിൻ്റെ ഒരു സിമ്പിൾ മോഡൽ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിനെ വി ക്യാൻ റെപ്രസെൻറ്റ് ആസ് AV of S is equal to AV of 0 divided by S by omega C plus 1. അന്നേരം 1 by ഫ്രീക്വൻസി അല്ലെങ്കിൽ1 by omega C എന്ന് പറയുന്നതിനെ നമുക്ക് ടൈമിൻ്റെ ടേംസിൽ എഴുതാം അല്ലേ. അന്നേരം 1 by omega C എന്ന് പറയുന്നതിനെ നമുക്ക് ടോ സി വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അന്നേരം ഈ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം: AV of 0 divided by S ടോ സി പ്ലസ് 1 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ഈ AV of 0 എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ കമ്പറേറ്ററിൻ്റെ കേസിലുണ്ടാകുന്ന DC ഗെയിനാണ്. അന്നേരം AV of 0 എന്ന് പറയുന്നത് എന്താണ്? കമ്പറേറ്ററിൻ്റെ കേസിലുണ്ടാകുന്ന DC ഗെയിനാണ്. അതേപോലെ ഒമേഗ സി എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ, ഒമേഗ സി എന്ന് പറയുന്നത് എന്താണ്? 1 by ടോ സി ആണ്. ഇത് ഒമേഗ സഫിക്സ് ആണ്, സഫിക്സ് സി. ഇവിടെ 1 by ടോ സഫിക്സ് സി ആണ് കേട്ടോ. നമ്മളെ ഈ ഒമേഗ സി എന്ന് പറയുന്ന 1 by ടോ സി ആണ്. അതുകൊണ്ടാണ് 1 by ഒമേഗ സി നമ്മൾ എന്തെന്ന് എഴുതിയത്? ടോ സി എന്ന് എഴുതിയത്. അന്നേരം ഒമേഗ സി എന്ന് പറയുന്നത് എന്താണ്? 3 dB ഫ്രീക്വൻസി ഓഫ് സിംഗിൾ പോൾ അപ്രോക്സിമേഷൻ ടു ദ കമ്പറേറ്റർ ഫ്രീക്വൻസി റെസ്പോൺസ്. അന്നേരം ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മളെ കമ്പറേറ്ററിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 dB ഫ്രീക്വൻസിയാണ് ഏതെന്ന് പറയുന്നത്? ഈ ഒമേഗ സി എന്ന് പറയുന്നത്. അന്നേരം ആ ഒമേഗ സിയെ നമുക്ക് എന്തെന്ന് എഴുതാം? 1 by ടോ സി എന്ന് എഴുതാം. ആ രീതിയിലാണ് നമ്മൾ ഈ ഇക്വേഷൻ ഈ രീതിയിൽ നമ്മൾ റീറൈറ്റ് ചെയ്തത്. ഓക്കെ, സോ വി ക്യാൻ അസ്യൂം എ സിമ്പിൾ ബിഹേവിയർ of a comparator and its differential voltage gain can be represented as AV of S. AV of S is equal to AV of 0 divided by S by omega C plus 1, where AV of 0 എന്ന് പറയുന്നത് DC gain, അതേപോലെ ഒമേഗ സി എന്ന് പറയുന്നത് എന്താണ്? 3 dB -3 dB ഫ്രീക്വൻസിയാണ് ഒരു കമ്പറേറ്ററിൻ്റെ. ഓക്കെ, നോർമലി AV of 0 and omega C of the comparator are smaller and larger respectively. അന്നേരം ഈ ഒമേഗ സി എഴുതുമ്പോഴത്തേക്ക് സഫിക്സ് ആയിട്ട് എഴുതണം കേട്ടോ, ഒമേഗ സഫിക്സ് സി. ഓക്കെ, അന്നേരം ഈ AV of 0യും അതേപോലെ ഒമേഗ സിയും, AV of 0 എന്ന് പറയുന്നത് ഒരു സ്മാളർ വാല്യൂ ആയിരിക്കും, ഒമേഗ സി എന്ന് പറയുന്നത് ഒരു ലാർജർ വാല്യൂ ആയിരിക്കും ഒരു ഒപ്പാമ്പിൻ്റെ കേസിൽ. ഓക്കെ, അസ്യൂം ദാറ്റ് ദ മിനിമം ചേഞ്ച് ഓഫ് വോൾട്ടേജ് അറ്റ് ദ ഇൻപുട്ട് ഓഫ് ദ കമ്പറേറ്റർ ഈസ് ഈക്വൽ ടു
ദ റെസൊല്യൂഷൻ ഓഫ് ദ കമ്പറേറ്റർ. നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ, ഇൻപുട്ടിലുണ്ടാകുന്ന ഒരു മിനിമം ചേഞ്ചിന് ഔട്ട്പുട്ടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ മിനിമം ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് പറയാം ദ മിനിമം ചേഞ്ച് ഓഫ് വോൾട്ടേജ് അറ്റ് ദ ഇൻപുട്ട് ഓഫ് ദ കമ്പറേറ്റർ ഈസ് ഈക്വൽ ടു ദ റെസൊല്യൂഷൻ ഓഫ് ദ കമ്പറേറ്റർ. അതായത് ഇൻപുട്ടിലുണ്ടാകുന്ന മിനിമം ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കമ്പറേറ്ററിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അന്നേരം നമുക്ക് ആ മിനിമം ഇൻപുട്ട് വോൾട്ടേജ്, ഒരു കമ്പറേറ്ററിൻ്റെ കേസിലുള്ള മിനിമം ഇൻപുട്ട് വോൾട്ടേജിനുള്ള ഇക്വേഷൻ ഇതാ ഈ രീതിയിലാണ്. വി ഇൻ മിനിമം ഈസ് ഈക്വൽ ടു വി ഒ എച്ച് എന്ന് വെച്ചാൽ എന്താണ്, ഹൈയുടെ സാച്ചുറേഷൻ വാല്യൂ, അതാ ഹൈ മാക്സിമം വരുന്ന വാല്യൂ വി ഒ എച്ച് മൈനസ് വി ഒ എൽ ഡിവൈഡഡ് ബൈ എ വി ഓഫ് സീറോ. അന്നേരം എ വി ഓഫ് സീറോ എന്താണെന്ന് അറിയാമല്ലോ. എ വി ഓഫ് സീറോ എന്ന് പറയുന്നത് എന്താണ്, ഡി സി ഗെയിൻ ഓഫ് ദ കമ്പറേറ്റർ ആണ് കേട്ടോ. ഒരു കമ്പറേറ്ററിൻ്റെ ഡി സി ഗെയിൻ ആണ്. അന്നേരം നമുക്ക് ഈ മിനിമം ഇൻപുട്ട് വോൾട്ടേജിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. മിനിമം ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഒ എച്ച് മൈനസ് വി ഒ എൽ ഡിവൈഡഡ് ബൈ എ വി ഓഫ് സീറോ എന്ന് എഴുതാം. ഇനി നമ്മൾ ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് വോൾട്ടേജ് ഒരു കമ്പറേറ്ററിലോട്ട് കൊടുക്കുകയാണ്. അന്നേരം കമ്പറേറ്ററിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് നമുക്ക് ഈ ഇക്വേഷൻ 1 വെച്ച് നമുക്ക് മോഡൽ ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ 1, ഈ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ ഒരു കമ്പറേറ്ററിന് നമ്മളൊരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുകയാണ്. അന്നേരം നമുക്ക് ആ സ്റ്റെപ്പ് ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് മോഡൽ ചെയ്യാം. അന്നേരം ഫോർ എ സ്റ്റെപ്പ് ഇൻപുട്ട് വോൾട്ടേജ് ദ ഔട്ട്പുട്ട് ഓഫ് ദ കമ്പറേറ്റർ മോഡൽഡ് ബൈ ഇക്വേഷൻ 1 റൈസസ്. ഔട്ട്പുട്ട് എങ്ങനെയാണ്, ഒന്നെങ്കിൽ റൈസ് ചെയ്യും എന്ന് വെച്ചാൽ ഇൻപുട്ട് കൂടുതലാണെങ്കിൽ റൈസ് ചെയ്യും, അല്ലെങ്കിൽ ഓർ ഫാൾസ് വിത്ത് ഫസ്റ്റ് ഓർഡർ എക്സ്പോണൻഷ്യൽ ടൈം റെസ്പോൺസ് ഫ്രം വി ഒ എൽ ടു വി ഒ എച്ച്. അന്നേരം വി ഒ എല്ലിൽ നിന്ന് വി ഒ എച്ചിലോട്ട് എക്സ്പോണൻഷ്യലായിട്ട് ഒന്നെങ്കിൽ റൈസ് ചെയ്യും, അല്ലെങ്കിൽ കുറയും. വി ഒ എച്ചിൽ നിന്ന് വി ഒ എല്ലിലോട്ടോ വി ഒ എല്ലിൽ നിന്ന് വി ഒ എച്ചിലോട്ടോ ഉള്ള ചേഞ്ചസ് സംഭവിക്കും. ഓക്കെ, അന്നേരം നമുക്ക് ഇവിടെ നോക്കാം. For a step input, the output of a comparator is modeled by using equation 1, which rises or falls with first order exponential time response from VOH to VOL shown in figure. VOH-ൽ നിന്ന് VOL-ലോട്ട് എക്സ്പോണൻഷ്യലി റൈസ് ചെയ്യുകയോ കുറയുകയോ ചെയ്യും. അന്നേരം ഈ ഒരു ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ നോക്കേ, വി ഇൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വി ഇൻ മിനിമം, വി ഇൻ മിനിമത്തിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ, വി ഇൻ മിനിമം എന്ന് പറയുന്നത് മിനിമം ഇൻപുട്ട് വോൾട്ടേജ് ആണല്ലേ. ആ മിനിമം ഇൻപുട്ട് വോൾട്ടേജിനെക്കാട്ടിയും വി ഇൻ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വളരെ കൂടുതലാണെങ്കിൽ ഇവിടെ എന്ത് കുറഞ്ഞു, ഈ ഡിലേ കുറഞ്ഞു എന്ന് വെച്ചാൽ ആ പ്രൊപ്പഗേഷൻ ഡിലേ മറ്റേത് ഇവിടെ വി ഒ എച്ചിൽ നിന്ന് ഒരു ഹൈ വാല്യൂയിലോട്ട് എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വി ഒ എച്ച് പ്ലസ് വി ഒ എൽ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന വാല്യൂയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇത്രയും സമയമെടുത്തിരുന്നു അല്ലേ, ഇത്രയും സമയമെടുത്തിരുന്നു. പക്ഷേ നമ്മൾ ഇൻപുട്ട് കൂട്ടിക്കഴിഞ്ഞാൽ, ഇൻപുട്ട് വി ഇൻ മിനിമത്തിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ ഇത് വി ഇൻ മിനിമത്തിൻ്റെ ഗ്രാഫാണ്. വി ഇൻ മിനിമത്തിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കുറയുന്നതായിട്ട് കാണാൻ പറ്റും, പ്രൊപ്പഗേഷൻ ഡിലേ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് പെട്ടെന്ന് വി ഒ എല്ലിൽ നിന്ന് വി ഒ എച്ചിലോട്ട് പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് ഔട്ട്പുട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇഫ് വി ഇൻ ഈസ് ലാർജർ ദാൻ വി ഇൻ മിനിമം ദ ഔട്ട്പുട്ട് റൈസ് ഓർ ഫാൾ ടൈം ഈസ് ഫാസ്റ്റർ. അതാണ് നമ്മളിവിടെ കണ്ടത്. വി ഇൻ എന്ന് പറയുന്നത് വി ഇൻ മിനിമത്തിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ ഔട്ട്പുട്ട് ഫാസ്റ്റായിട്ട് ഇവിടുന്ന് വി ഒ എല്ലിൽ നിന്ന് വി ഒ എച്ചിലോട്ട് ഔട്ട്പുട്ട് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, വെൻ വി ഇൻ മിനിമം ഈസ് അപ്ലൈഡ് ടു കമ്പറേറ്റർ, വെൻ വി ഇൻ മിനിമം ഈസ് അപ്ലൈഡ് ടു ദ കമ്പറേറ്റർ, വി ക്യാൻ റൈറ്റ് ദ ഫോളോയിങ് ഇക്വേഷൻ. വി ഇൻ മിനിമം നമ്മൾ ഒരു കമ്പറേറ്ററിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഈ വി ഇൻ മിനിമം ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ റൈറ്റ് the following equation. VOH minus VOL divided by 2 is equal to A V of 0 into 1 minus e raised to minus TP by TC. ഇത് TP e raised to minus TP divided by ടോപ്പി എന്ന് ഇത് കേട്ടോ, അല്ല TP divided by ടോസി. നമ്മൾ നേരത്തെ ടോസി ചെയ്തല്ലോ. അന്നേരം എ വി ഓഫ് 0 ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ടി പി എന്ന് പറയുന്ന പ്രൊപ്പഗേഷൻ ടൈം ഡിവൈഡഡ് ബൈ ടോസി എന്ന് പറയുന്നത് 1/ωc ആണ് കേട്ടോ. ഇ റൈസ് ടു മൈനസ് ടി പി ഡിവൈഡഡ് ബൈ ടോസി ഇൻറ്റു വി ഇൻ മിനിമം എന്ന് എഴുതാം. എന്ന് വെച്ചാൽ എക്സ്പോണൻഷ്യലായിട്ടാണ്
ചാർജ് ചെയ്യുന്നത്. അന്നേരം എക്സ്പോണൻഷ്യലായിട്ട് ചാർജ് ചെയ്യുമ്പോൾ എക്സ്പോണൻഷ്യലായിട്ട് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്ന ഹൈയിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കപ്പാസിറ്ററിൻ്റെ ചാർജിങ്ങിൻ്റെ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതിയിരിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് കപ്പാസിറ്ററിൻ്റെ കറസ്പോണ്ടിങ് ചാർജിങ്ങിനുള്ള ഇക്വേഷനാണ് കേട്ടോ. അതേ രീതിയിൽ തന്നെ ആയിരിക്കും ഇവിടെയും നമുക്ക് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കിട്ടുന്നത്. അന്നേരം നമുക്ക് VOH മൈനസ് VOL ഡിവൈഡഡ് ബൈ 2 ക്യാൻ ബി റിട്ടൺ ആസ് AV ഓഫ് 0 ഇൻറ്റു 1 മൈനസ് e റൈസ് ടു മൈനസ് TP ഡിവൈഡഡ് ബൈ tau c ഇൻറ്റു V മിനിമം എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു AV ഓഫ് 0 ഇൻറ്റു 1 മൈനസ് e റൈസ് ടു മൈനസ് TP ഡിവൈഡഡ് ബൈ tau c ഇൻറ്റു V ഇൻ മിനിമത്തിൻ്റെ വാല്യൂ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. V ഇൻ മിനിമത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? VOH മൈനസ് VOL ഡിവൈഡഡ് ബൈ AV ഓഫ് 0. V ഇൻ മിനിമത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? VOH മൈനസ് VOL ഡിവൈഡഡ് ബൈ AV ഓഫ് 0. സോ VOH മൈനസ് VOL ഡിവൈഡഡ് ബൈ AV ഓഫ് 0 എന്ന് എഴുതാം. നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത് എന്താണ്? VOH മൈനസ് VOL ഇസ് ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ വരുന്നത് എന്താണ്? VOH മൈനസ് VOL is equal to VOL divided by 2 is equal to എന്താണ്? AV of 0 into 1 minus e raised to minus TP divided by tau c into V in minimum അല്ലേ? ഇനി നമ്മൾ ഈ V in മിനിമത്തിന് പകരമാണ് നമ്മൾ മറ്റേ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അന്നേരം നമുക്ക് AV ഓഫ് 0 ഇൻറ്റു 1 മൈനസ് e റൈസ് ടു മൈനസ് TP ഡിവൈഡഡ് ബൈ tau c ഇൻറ്റു V ഇൻ മിനിമത്തിന് പകരം നമ്മൾ എന്തെന്ന് എഴുതി? VOH മൈനസ് VOL ഡിവൈഡഡ് ബൈ എന്താണ്? AV ഓഫ് 0. അതെ, ഇതിനകത്തുനിന്ന് എന്തെല്ലാം ക്യാൻസലായി പോകും? നമുക്കിവിടെ VOH മൈനസ് VOL ഡിവൈഡഡ് ബൈ 2 ഒന്നും കൂടെ ഇടാവേ. അതായത് ഈ AV ഓഫ് 0യും ഈ AV ഓഫ് 0യും ക്യാൻസലായി പോകും. ഈ VOH മൈനസ് VOLും ഈ VOH മൈനസ് VOLും ക്യാൻസലായി പോകും. എന്നിട്ട് നമുക്ക് ഇക്വേഷൻ ഇതേപോലെ കിട്ടും. 1/2 ഈസ് ഈക്വൽ ടു 1 മൈനസ് e റൈസ് ടു മൈനസ് TP ഡിവൈഡഡ് ബൈ tau c, e റൈസ് ടു മൈനസ് TP ഡിവൈഡഡ് ബൈ tau c. സോ ഫ്രം ദിസ് വി വിൽ ഗെറ്റ്, ഫ്രം ദിസ് ഇക്വേഷൻ വി വിൽ ഗെറ്റ്, രണ്ടിടത്തും ലോഗരിതം എടുത്താൽ മതി. ടേക്കിംഗ് log on both sides. രണ്ടിടത്തും ലോഗ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ വരും ഇക്വേഷൻ. ഈ രീതിയിൽ വരും. TP എന്ന് വെച്ചാൽ പ്രൊപ്പഗേഷൻ ഡിലേ, TP മാക്സ് ഇസ് ഈക്വൽ ടു tau c ln 2 എന്ന് വരും. ഇതിൽ നിന്നും TP പ്രൊപ്പഗേഷൻ മാക്സിമം പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് TP മാക്സിമം ഇസ് ഈക്വൽ ടു 0.693 tau c എന്ന് നമുക്ക് കിട്ടും. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ദ പ്രൊപ്പഗേഷൻ ഡിലേ ഓഫ് എ കമ്പറേറ്റർ. ഇതാണ് ഒരു കമ്പറേറ്ററിൻ്റെ കേസിലുള്ള So this is the equation for propagation delay of a comparator. TP maximum is equal to tau c ln 2, which is equal to 0.693 tau c എന്ന് കിട്ടും. This propagation delay will be valid for either positive going or negative going comparators output. ഇത് പോസിറ്റീവ് ഗോയിങ് കമ്പറേറ്റർ ഔട്ട്പുട്ടിനും അതേപോലെ നെഗറ്റീവ് ഗോയിങ് കമ്പറേറ്റർ ഔട്ട്പുട്ടിനും ഈ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് ബാധകമായിരിക്കും. ഓക്കെ, if the applied input is k times greater than V in minimum, V in minimത്തിനെക്കാട്ടിയും k times കൂടുതലാണെങ്കിൽ, നമ്മൾ നേരത്തെ V in minimum എന്താണെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ മിനിമം ഇൻപുട്ട് വോൾട്ടേജ് ആണ്, അതാണ് അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ, അതാണ് ഈ V in minimum എന്ന് പറയുന്നത്. അന്നേരം ഈ V in minimത്തിനെക്കാട്ടിയും k times കൂടുതലാണെങ്കിൽ, if the input voltage is k times greater than V in minimum, then propagation delay, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പ്രൊപ്പഗേഷൻ ഡിലേ കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷനാണ് TP is equal to tau c ln 2k divided by 2k minus 1. ഇതിൽ k എന്ന് പറയുന്നത് V in by V in minimum ആയിരിക്കും. V in നമ്മുടെ ആക്ച്വൽ ഇൻപുട്ട് ഡിവൈഡഡ് ബൈ മിനിമം വാല്യൂ ഓഫ് ഇൻപുട്ട്, അതിൻ്റെ റേഷ്യോ ആയിരിക്കും ഏതെന്ന് പറയുന്നത് k എന്ന് പറയുന്നത്. അന്നേരം ഇഫ് ദ ഇൻപുട്ട് അപ്ലൈഡ് ഈസ് k ടൈംസ്, എത്ര മടങ്ങാണ് എന്നുള്ളതാണ് k കേട്ടോ.
k times greater than v in minimum, then the propagation delay we can find by using the equation Tp is equal to tau c ln 2k divided by 2k minus 1. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജ് കൂടുതലാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻപുട്ട് വളരെ കൂടുതലാണെങ്കിൽ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദ മോർ ദ ഓവർ ഡ്രൈവ് അപ്ലൈഡ് ടു ഇൻപുട്ട് ഓഫ് ദ കമ്പറേറ്റർ, ദ സ്മാളർ വിൽ ബി ദ പ്രൊപ്പഗേഷൻ ഡിലേ ടൈം. അന്നേരം നമ്മൾ കൂടുതൽ ഇൻപുട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇൻപുട്ടിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ പ്രൊപ്പഗേഷൻ ഡിലേ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ. As the overdrive increases to the comparator, eventually the comparator enters into large signal mode of operation. നമ്മൾ ഓവർഡ്രൈവ് കൂടുതൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കമ്പറേറ്റർ ഏത് മോഡിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്? ലാർജ് സിഗ്നൽ മോഡിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അണ്ടർ ലാർജ് സിഗ്നൽ ഓപ്പറേഷൻ ദ സ്ലൂ റേറ്റ് ലിമിറ്റ് വിൽ ഒക്കർ ഡ്യൂ ടു ലിമിറ്റഡ് കറണ്ട് ടു ചാർജ് ഓർ ഡിസ്ചാർജ് കപ്പാസിറ്റർ. അപ്പം ലാർജ് സിഗ്നൽ ഓപ്പറേഷനിലാണെങ്കിൽ സ്ലൂ റേറ്റ് ലിമിറ്റ് ചെയ്യുന്നത് മെയിനായിട്ടും എന്ത് മൂലമാണ്? ലിമിറ്റഡ് കറണ്ട് ടു ചാർജ് അല്ലെങ്കിൽ ഡിസ്ചാർജ് കപ്പാസിറ്റീസ് മൂലമായിരിക്കും അവിടെ ഒരു സ്ലൂ റേറ്റിന് ലിമിറ്റ് സംഭവിക്കുന്നത്. ഓക്കെ. സോ ദീസ് ആർ ഓൾ അബൌട്ട് ദ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പറേറ്റർ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അന്നേരം ഇതിനകത്ത് ബോത്ത് സ്മാൾ സിഗ്നലും അതേപോലെ ലാർജ് സിഗ്നൽ ബിഹേവിയറും ഒരു കമ്പറേറ്ററിൻ്റെ വരുന്നുണ്ട്. അന്നേരം ഇതിൻ്റെ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അന്നേരം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻപുട്ടിന് ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്നു. അന്നേരം ഈ ട്രാൻസിഷൻ ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്നു. ഇൻപുട്ടിൻ്റെ ഈ വാല്യൂ എന്ന് വെച്ചാൽ VI പ്ലസ് VIL ഡിവൈഡഡ് ബൈ 2, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടിലുണ്ടായിരിക്കുന്ന ട്രാൻസിഷൻ വരുന്നത് ഈ ഒരു ടൈമിലായിരിക്കും. അന്നേരം എന്താ നോക്കേ, ഇൻപുട്ടിൽ ഇവിടെ വെച്ച് സംഭവിച്ചതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷൻ എടുക്കുന്നതിന് ഇത്രയും ഒരു ടൈം ഡിലേ എടുക്കുന്നു. അന്നേരം ഈ ഒരു ടൈം ഡിലേക്കാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് വിളിക്കുന്നത്. ഓക്കെ. അന്നേരം ഇനി നമ്മൾ പറഞ്ഞു ഇൻപുട്ട് ലാർജ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടൈം ഡിലേ എന്ന് പറയുന്നത് എന്താക്കാം? സ്മാൾ ആക്കാം എന്ന് നമ്മൾ പറഞ്ഞു. ദർ ഇസ് ആൻ അപ്പർ ലിമിറ്റ് അറ്റ് വിച്ച് ഫർദർ ഇൻക്രീസസ് ഇൻ ദ ഇൻപുട്ട് വിൽ നോ ലോങ്ങർ അഫക്ട് ദ ഡിലേ. എന്ന് വെച്ചാൽ ഇതിനൊരു അപ്പർ ലിമിറ്റ് ഉണ്ട്, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിന് അപ്പർ ലിമിറ്റ് ഉണ്ട്. ആ ഒരു അപ്പർ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് സാച്ചുറേഷനിലായിരിക്കും, പിന്നെ ആ ഡിലേ അഫക്റ്റ് ചെയ്യത്തില്ല. അന്നേരം ആ ഒരു മോഡ് ഓപ്പറേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ലൂയിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ സ്ലൂ റേറ്റ് എന്നൊക്കെ വിളിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സ്മാൾ സിഗ്നൽ ഡൈനാമിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രീക്വൻസി റെസ്പോൺസ് കൺസിഡർ ചെയ്തു. ഫ്രീക്വൻസി റെസ്പോൺസ് വെച്ചാണ് നമ്മൾ സ്മാൾ സിഗ്നൽ ബിഹേവിയർ പഠിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ മോഡൽ കൺസിഡർ ചെയ്തു. അതിൻ്റെ കറസ്പോണ്ടിങ് ഡിഫറൻഷ്യൽ ഗെയിനുള്ള ഇക്വേഷനാണ് AV of S is equal to AV of 0 divided by S by omega C plus 1. ഈ 1 by omega C നമുക്ക് tau C എന്ന് എഴുതാം. അന്നേരം AV of 0 divided by S tau C plus 1 എന്ന് നമ്മൾ എഴുതി. ഓക്കെ. ഇവിടെ AV of 0 എന്ന് പറയുന്നത് എന്താണ്? DC ഗെയിനാണ്. ഒമേഗ C എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ C എന്ന് പറയുന്നത് -3 dB ഫ്രീക്വൻസിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മിനിമം വാല്യൂ, ഇൻപുട്ടിൻ്റെ മിനിമം വാല്യൂ ആണ്. എന്ന് വെച്ചാൽ ദ മിനിമം ചേഞ്ച് ഓഫ് വോൾട്ടേജ് അറ്റ് ദ ഇൻപുട്ട് ഓഫ് ദ കമ്പറേറ്റർ ഈസ് ഈക്വൽ ടു ദ റെസൊല്യൂഷൻ ഓഫ് ദ കമ്പറേറ്റർ. അന്നേരം ആ മിനിമം വാല്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത്? റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ റെസൊല്യൂഷന് അല്ലെങ്കിൽ ആ മിനിമം വോൾട്ടേജിനുള്ള ഇക്വേഷനാണ് VOH മൈനസ് VOL ഡിവൈഡഡ് ബൈ AV of 0 എന്ന് പറയുന്നത്. ഓക്കെ. അന്നേരം ഇനി നമ്മൾ ഒരു സ്റ്റെപ്പ് സിഗ്നൽ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ്. ആ ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഈ ഇക്വേഷൻ 1നെ ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു സിസ്റ്റത്തിലോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അന്നേരം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നെങ്കിൽ ഔട്ട്പുട്ട് റൈസ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഫാൾ ചെയ്യുമെന്ന് നമുക്കറിയാം. VOHലോട്ടോ അല്ലെങ്കിൽ VOLലോട്ടോ മൂവ് ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടിനുള്ള ഇക്വേഷൻ VOH മൈനസ് VOL ബൈ 2 വരുന്ന സമയത്ത് ആ ഇക്വേഷൻ എന്ന് പറയുന്നത് AV of 0 ഇൻറ്റു 1 മൈനസ് e റൈസ് ടു മൈനസ് TP ഡിവൈഡഡ് ബൈ tau C ഇൻറ്റു V in മിനിമം ആയിരിക്കും. ഓക്കെ. ഈ V in മിനിമത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ റെസൊല്യൂഷൻ്റെ ഇക്വേഷൻ പഠിച്ചു. റെസൊല്യൂഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് VOH മൈനസ് VOL ഡിവൈഡഡ് ബൈ AV of 0 ആയിരിക്കും. അന്നേരം ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അന്നേരം AV of 0 ക്യാൻസലായിപ്പോയി. VOH മൈനസ് VOLും ഈ VOH മൈനസ് VOLും ക്യാൻസലായിപ്പോയി. ബാക്കിയുള്ള ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പം വി വിൽ ഗെറ്റ് TP max is equal to
ടോസി ln2 എന്ന് കിട്ടും, അല്ലെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു 0.693 ടോസി എന്ന് കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. ഈ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് പോസിറ്റീവ് ഗോയിങ്ങിൻ്റെ കേസിലും അതേപോലെ നെഗറ്റീവ് ഗോയിങ് ഔട്ട്പുട്ടിൻ്റെ കേസിലും കമ്പാരേറ്റേഴ്സിന് ബാധകമാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പറഞ്ഞത് നമ്മൾ ഇൻപുട്ട് k ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അന്നേരം k ടൈംസ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ പ്രൊപ്പഗേഷൻ ഡിലേക്ക് ഉണ്ടാകുന്ന മാറ്റം നമുക്ക് ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. എന്താണ് അന്നേരം പ്രൊപ്പഗേഷൻ ഡിലേയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോസി ഇൻറ്റു ln 2k ഡിവൈഡഡ് ബൈ 2k - 1 അതായിരിക്കും അവിടുത്തെ പ്രൊപ്പഗേഷൻ ഡിലേയുടെ ഇക്വേഷൻ. അന്നേരം നമുക്ക് പറയാം ഓവർ ഡ്രൈവ് കൂടുതലായി കഴിഞ്ഞാൽ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് സ്മാളർ ആയിരിക്കും. ലാർജ് സിഗ്നൽ ഓപ്പറേഷൻ വരുമ്പോഴത്തേക്കും സ്ലൂ റേറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് ചെയ്യുന്നത് മെയിനായിട്ടും എന്താണ് ലിമിറ്റഡ് കറൻറ്റ് ടു ചാർജ് ഓർ ഡിസ്ചാർജ് കപ്പാസിറ്റീസ് മൂലമായിരിക്കും ലാർജ് സിഗ്നൽ ഓപ്പറേഷനിൽ സ്ലൂ റേറ്റിന് ലിമിറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ദീസ് ആർ ഓൾ അബൌട്ട് ദ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പാരേറ്റർ. ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക്. അടുത്ത ക്ലാസ്സുമായി കാണാം. സി യു.